കഴിഞ്ഞ ദിവസമായിരുന്നു സുദർശനയുടെ പിറന്നാൾ നടന്നത്. പിറന്നാൾ ആഘോഷത്തിന് എല്ലാവരും ശ്രദ്ധിച്ചത് താരാ കല്യാണെ തന്നെയായിരുന്നു. സൗഭാഗ്യക്കാലം സൗന്ദര്യത്തിലായിരുന്നു താരാ കല്യാൺ അതേ ദിവസം സുധാപ്പുവിന്റെ പിറന്നാളിന് ഒരുങ്ങിയത്. പ്രേക്ഷകരെല്ലാവരും താരാ കല്യാണിന്റെ വസ്ത്രം കണ്ടു തന്നെയാണ് ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. കണ്ണു നിറഞ്ഞാണ് താരാ കല്യാൺ സുധാപ്പുവിനരികെ നിൽക്കുന്നത്. അമ്മപ്പൂവിനെ ഓർത്താണ് നിൽക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു. കഴിഞ്ഞ വർഷം സുധാപ്പുവിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റിയില്ല. അതിന്റെ വിഷമം താരയ്ക്കുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാളുള്ള ഇരട്ടി വിഷമം എന്ന് പറയുന്നത് അമ്മയെ നഷ്ടപ്പെട്ട വർഷമായിരുന്നു. അമ്മ തന്റെ അരികിൽ നിന്ന് പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല താരാ കല്യാൺ. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ വാർത്ത അത്രമേൽ സോഷ്യൽ മീഡിയയിലെല്ലാം തരംഗമായപ്പോഴും താരയൊന്നും മിണ്ടാത്തത്. അമ്മയുടെ മരണം താരയെ വല്ലാതെ ആഘാതത്തിലെത്തിച്ചു. ആ ആഘാതത്തിൽ നിന്ന് മാറാൻ ഒരുപാട് സമയമെടുത്തു. പ്രേക്ഷകരും അത് പറയുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുമുണ്ട്. പ്രേക്ഷകർക്ക് ഇപ്പോഴും താരാ കല്യാണിനെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം ഇഷ്ടമാണ് എന്ന് തന്നെ പറയാം. താരയെ സുധാപ്പു ശരിക്കും അമ്മാട്ടു എന്നാണ് വിളിക്കുന്നത്. അമ്മാവൺ, അമ്മാട്ടു. അമ്മമാരാണ് സുധാപ്പുവിന് സൗഭാഗ്യം, താരാ കല്യാണം. അമ്മുമ്മയുണ്ടായിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം സുധാപ്പുവിൻ്റെ പിറന്നാളിന് തൻ്റെ അമ്മയില്ല എന്ന വിഷമമായിരിക്കാം താരയെ വിഷമിപ്പിച്ചത്. ആ കരച്ചിലായിരിക്കാം ഒരുപക്ഷെ ഒഴുകിയെത്തിയത്. അമ്മപ്പൂവിനെ ഓർത്ത് നിമിഷം നിന്നുപോയിക്കുകയാണ്. അത്ര സുന്ദരിയായിട്ടാണ് താരാ കല്യാൺ ഒരുങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ സൗഭാഗ്യക്കാൾ സുന്ദരി അമ്മ താര തന്നെയായിരുന്നു. നല്ല സാരി, അടിപൊളി സാരി, അതിന് ചേരുന്ന ഹെയർ സ്റ്റൈലും മേക്കപ്പും ഇതെല്ലാം താര ഒറ്റയ്ക്കാണ് ചെയ്തത്. അതിനുള്ള കഴിവ് തന്നെ താരയ്ക്കുണ്ട്. ഇതിനു മുൻപും സൗന്ദര്യത്തിന് എപ്പോഴും താരയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. സുധാപ്പുവിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാറുണ്ട് എന്ന് പറയാം. സുദർശന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് നന്നായി അറിയാം. അത്രമാത്രമാണ് സുദർശന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാറിയിരിക്കുന്നത്. സുദർശന അർജുൻ സോമശേഖർ എന്ന് തന്നെ പറയണം. പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി അർജുനെയും സൗഭാഗ്യയും ഇപ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമായി തന്നെ പറയാം. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരദമ്പതികൾ തന്നെയാണ് അർജുനും സൗഭാഗ്യയും. ഡാൻസ് വീഡിയോയും റീൽസുമായൊക്കെ ഇരുവരും ഇപ്പോഴും സജീവമാണ്. സൗഭാഗ്യ കുറച്ചുകൂടി തിരക്കിലാണ്. നായ്ക്കുട്ടികളും മൃഗങ്ങളും അതുപോലെ നൃത്തശാലയും ഒക്കെയുണ്ട്. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ താരാ കല്യാൺ ഡാൻസ് അക്കാഡമിയിൽ പഠിക്കുന്നുണ്ട്. താരയും സൗഭാഗ്യയും മാറി മാറിയാണ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും കുട്ടികളുടെ ഡാൻസ് മാത്രം മുടക്കില്ല. എപ്പോഴും ആ പ്രത്യേകത തന്നെ മുന്നിൽ കൊണ്ടുവയ്ക്കും. എവിടെ പോയാലും എന്ത് സംഭവിച്ചാലും കുട്ടികളുടെ പഠനത്തിലൊന്നും സംഭവിക്കരുത്. അതാണ് അവർക്ക് ഏറ്റവും വലുത്. വർഷങ്ങളായി അത് കൊണ്ടുപോകുന്ന താരയാണ്. താരയ്ക്ക് വയ്യാതെ ആകുമ്പോഴും എല്ലാം സൗഭാഗ്യ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സൗഭാഗ്യ ഇപ്പോഴത് സൗഭാഗ്യയുടെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ മകളെയാണ് ഏൽപ്പിക്കുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അനുവിന് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കും. അനു അത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അനുവാണ് ഇപ്പോൾ സൗഭാഗ്യയുടെ കൂടെ എല്ലാത്തിനും വലങ്കയായി ഒപ്പം നിൽക്കുന്നതും. അതും പ്രേക്ഷകർക്ക് സന്തോഷമാണെന്ന് തന്നെ പറയാം. സുധാപ്പുവിൻ്റെ പിറന്നാൾ ആഘോഷത്തിലും അനു ഉണ്ടായിരുന്നതായി എല്ലാവരും കണ്ടിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.